ഹായ് ഗായ്സ്, അങ്ങനെ ഇത്തവണ ഞങ്ങൾ ക്യാമറ എവിടെ? അങ്ങനെ ഇത്തവണ ഞങ്ങൾ അർമേനിയയിലേക്ക് പോവുകയാണ് അല്ലേ? അതെ. നമുക്കിനിയും 2 മണിക്കൂറുണ്ട് ഫ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിടന്നുറങ്ങാനായിട്ടൊക്കെയുള്ള സീറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ അർമേനിയയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. യെരവനിൽ ഞങ്ങൾക്ക് യാൻഡെക്സ് വഴിയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ. സിമ്മിന് 5000 ഞങ്ങൾ കൊടുത്തു. അപ്പം ഞങ്ങൾ യെരവനിൽ വന്നിട്ട് സ്റ്റേ അടിക്കുന്നത് ഹോട്ടൽ മെനുവ. നമ്മളിപ്പം യെരവൻ ടൗണിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം മഞ്ഞ് വീണിട്ട് നടക്കാനായിട്ട് നമുക്ക് സത്യം ബുദ്ധിമുട്ടാണ്. മഞ്ഞ് വീണിട്ട് കണ്ണും കണ്ടുകൂടാ, ചെവിയും കേട്ടൂടാ, സ്ലിപ്പ് ആവുന്നുണ്ട്. ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളങ്ങനെ ഹോട്ടൽ മെനുവിൽ നിന്നും ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു മലയാളി വന്നിട്ടുണ്ട്. ഈ മലയാളി വന്ന് ഇതാരാണ് എഴുതിയതെന്ന് എനിക്കറിയില്ല. ബട്ട് എവിടെ ഇതെവിടെ ഇന്നലെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ക്യാൻ യു സീ ദിസ്? കണ്ടോ? നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് വിക്ടറി പാർക്കിലേക്കുള്ള. നിങ്ങൾക്ക് മഞ്ഞ് വീഴുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടെ മഞ്ഞ് വീഴുന്നുണ്ട്, മഞ്ഞ് പെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് മദർ ഓഫ് അർമേനിയ. അപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും കയ്യിലൊരു വാള് ആയിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട് ഒരു മിസൈല്. മദർ ഓഫ് അർമേനിയനെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാർക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണെന്ന് തോന്നുന്നു ഈ മിസൈൽ. ഐ ഡോണ്ട് നോ. ഇതൊക്കെ ഇവിടുത്തെ ആർമിക്കാരാണ്. ദേ ആർ ക്ലീനിങ്. എന്തിനാണ് ഇവരിവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സൈനികരുടെ ഓർമ്മയ്ക്ക് വേണ്ടി കത്തിക്കുന്ന ഒരു സംഭവമാണിത്. അത് നേരെ മദർ ഓഫ് അർമേനിയൻ്റെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. ഈ ഡെയിലി ഇവർ ഈ പൂക്കൾ മാറ്റുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഉണ്ട്, ചുറ്റിയുണ്ട്, നക്ഷത്രമുണ്ട്. കണ്ടോ? ഈ മദർ ഓഫ് അർമേനിയയും അരിവാൾ ചുറ്റിക നക്ഷത്രവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും 2 മുന്തിരിക്കൊലയുണ്ട്. എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത? അപ്പം ഞങ്ങൾ വിക്ടറി പാർക്കിൽ നിന്നും ബൈ പറയുകയാണ്. ഞങ്ങളങ്ങനെ ഗാർണി വില്ലേജിലേക്കായിട്ട് പോവുകയാണ്. ഗാർണി വില്ലേജിലാണ് ഇപ്പോൾ ഉള്ളത്. അതെ, ഞങ്ങൾ ഗാർണി ടെമ്പിൾ കാണാൻ പോവുകയാണ്. ഒരാളെ കാണുന്നുണ്ടോ? അതിന് പേടിയാന്ന് തോന്നുന്നു. ആൻഡ് എൻ്റെ പുറകെ വരുന്നുണ്ട്. അവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ തണുപ്പാണ്. ഫുള്ള്, അതായത് ഈ വീടിൻ്റെ മുകളിലൊക്കെ കണ്ടോ? ഈ വീടിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് പിടിച്ച് കിടക്കുകയാണ്. എൻ്റെ പോസ്റ്റ് ഓഫീസോ മൊത്തം മഞ്ഞാണ്. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതല്ല, ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ആ വണ്ടിയിലേക്ക് എങ്ങനെയാ ചെളിയായത്? ഞാൻ ഹഫീസിൻ്റെ കാൽപാദങ്ങൾ പിന്തുടർന്ന് പോവുകയാണ് ഗൈസ്. നോക്കൂ, ഒരു കാറ് നിറച്ചും മഞ്ഞായി കിടക്കുന്നു. കണ്ടോ? ഇവിടെ മഞ്ഞിലൊരു വണ്ടി കേടായിപ്പോയി. അവർ 2 പേര് നന്നാക്കുന്നുണ്ട്. പുള്ളി എനിക്കിവിടെ ഉള്ളവരെ കാണുമ്പോഴൊക്കെയും ഒരു കള്ള ലക്ഷണം തോന്നുന്നു. ആദ്യ ദിവസം തന്നെ വന്ന് പറ്റിക്കപ്പെട്ടിട്ടാണോ എന്നറിയില്ല ഗൈസ്. ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അവരുടെ മുഖത്തൊരു തുറിച്ച് നോട്ടം. ഐ ഡോണ്ട് നോ വൈ. ജോർജിയ ഇങ്ങനെയായിരുന്നില്ല. ജോർജിയയിലെ പീപ്പിൾ വാസ് നൈസ് അല്ലേ? അമ്മേ, മോനെ എഞ്ചാതിപ്പട്ടി ഉണ്ടോ? ഞാൻ ബൗന്ന് വെച്ചിട്ടാണ് അത് നോക്കിയത്. ആ പാലത്തിൽ കൂടി വണ്ടികളൊക്കെ പോകുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. കണ്ടോ? അത്ര ദൂരെയാണ് ഈ പാലം. ഞാൻ നിങ്ങളെ പറ്റിച്ച്. ഞാൻ 5X ഇട്ടതായിരുന്നു.
നേരത്തെ നിങ്ങൾ കണ്ട പാലത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇത് അവിടെ നിന്നാണ് നമ്മൾ നടന്നു വന്നത്. ഇത് ശരിക്കും പക്ക ഒരു വില്ലേജാണ്. ഇതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ നടക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു വഴിയാണെന്ന് തോന്നുന്നു. ബട്ട് ഫുള്ള് മഞ്ഞായിട്ട്. ഓ, താഴെ വീണ നേരെ മഞ്ഞിൻ്റെ ഉള്ളിലോട്ടാ. കണ്ടോ? ശരിക്കും ഇതിൽ ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഈ മരത്തിൽ നമുക്ക് മരം ദൂരെ നിന്ന് കാണുന്നതുകൊണ്ട് അങ്ങനെ മനസ്സിലാവാത്തോണ്ടാണ്. ഇതുണ്ടോ, ഈ മരത്തിലെന്തോ ഒരു ഫ്രൂട്ട് ഉണ്ട്. നൈസ്. ഷോള് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ ഷോളൊക്കെ വാങ്ങിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ പാടുള്ളൂ. അത് ഈ കട്ടിയില്ലാത്ത ഷോള് കിട്ടും. ഇത് നല്ല കട്ടിയുള്ള ഷോളാണ്. അപ്പോൾ ഇങ്ങനത്തെ തന്നെ വാങ്ങിക്കണം. കട്ടിയില്ലാത്ത ഷോള് വാങ്ങിച്ചിട്ട് ഇവിടെ വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ ഈ കഴുത്ത്, ചെവി ഈ ഭാഗം മൂടിയാൽ തന്നെ പകുതി ആശ്വാസം. അതായത് 2 സോക്സ് ഇടുക, 2 പാൻറ് ഇടുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഇവിടെ അതിജീവിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾ എക്സാക്ട് ഗാർണി വില്ലേജിലാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു 400 മീറ്റർ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാർണി ടെമ്പിൾ എത്തും. ശരിക്കും ഇവിടുത്തെ ഒരു പഴയ ഏറ്റവും പഴക്കം ചെന്നൊരു ചർച്ചാണ് ഗാർണി ടെമ്പിൾ എന്ന് പറയുന്നത് അല്ലേ എന്നാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്. ഇത് നല്ല വെള്ളമാണ്, കുടിക്കാൻ പറ്റുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഈ കടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് അച്ചാറാന്ന് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം. മഞ്ഞ് പെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് മഞ്ഞ് പെയ്യാൻ തുടങ്ങി. നമ്മൾ ഗാർണി ടെമ്പിളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെർ പേഴ്സൺ 1500 ആണ്. ടോട്ടൽ 3000 ആണ് 2 പേർക്കും കൂടിയിട്ടാവുന്നത്. താങ്ക് യു. നമ്മളങ്ങനെ ഗാർണി ടെമ്പിളിലേക്ക് പോവുകയാണ്. എൻ്റെ മൂക്കിൽ നിന്ന് എടുക്കുന്നത് ഇതാ അവിടെ കാണുന്ന അതാണ് ഗാർണി ടെമ്പിൾ വരുന്നത്. ഇതിൻ്റെ ചുറ്റും ഭയങ്കര കുഴിയാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ താഴത്തേക്കൊക്കെ ഭയങ്കര കുഴിയാണ്. ഇവിടെ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കാണ്. നമ്മൾ ഈ റോഡിൻ്റെ 2 സൈഡിലും മഞ്ഞ് മൂടിക്കിടക്കാണ്. പോരാത്തതിന് മഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പം നല്ല സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ചാക്കുന്ന കണ്ടിട്ട് എടുക്കുകയാണ്. എടുത്തിട്ട് എറിയുന്നത് കാണും. എടുത്തിട്ട് എടി ഐസ് പൊളി. വൈഷ്ണവി ഇൻസ്പയർഡ് ബൈ കുട്ടികൾ. ആരായിരിക്കും ഇതൊക്കെയും ഉണ്ടാക്കിയത്? അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും മനുഷ്യന്മാർ ഇതൊരു കല്ലാണ്, ഇങ്ങനത്തെ ഉള്ള കല്ലുകൾ ഉണ്ടാക്കിയിട്ട് ആ മുകളിലുള്ള കല്ല് ഒക്കെ വെച്ചത് എങ്ങനെയായിരിക്കും? അങ്ങോട്ട് പോയത് അങ്ങോട്ടോ. സൗണ്ട് കേട്ടാ നീ? വെള്ളം ഒഴുകുന്ന അതേ ഒരു കുതിര. കുതിരനെ ഞാൻ സൂം ചെയ്തെടുക്കട്ടെ. അതേതോ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ അടി. ഞങ്ങളിപ്പോൾ സിംഫണി ഓഫ് സ്റ്റോൺ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ ഒറ്റ മനുഷ്യന്മാരില്ല. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ നടക്കാൻ. ഇങ്ങോട്ടൊരു ഗ്രാമമാണ് നിറച്ചും. മുകളിലേക്ക് ഒരു മലയാണിത്. ഈ മലയുടെ മുകളിലേക്ക് ചെറിയ ചെറിയ വീടുകളുണ്ട്. ആ വീടുകളുടെയൊക്കെ മേൽക്കൂരയിൽ ഇങ്ങനെ മഞ്ഞ് കെട്ടി നിൽക്കുകയാണ്. നല്ല പ്രത്യേക ഭംഗി കാണാൻ. അതെ, ഊട്ടിയിലൊക്കെ പോയ പോലത്തെ തട്ടായിട്ടുള്ള വീടുകൾ. റോഡിൽ ഇന്ന് ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെളി പോലെ പിടിച്ചു കിടക്കുന്നത്.